ഇപ്പോൾ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാണ്? ലീഗ്. അപ്പം ലീഗ് കാളി കടിക്കണ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ കാളി കടിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ തന്നെ PR വർക്ക് നടത്തിക്കൊണ്ട് ഇവിടെ മുഴുവൻ ഇപ്പോൾ പ്രതിഷേധം ഇത് കണാമണാക്ക നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതാണോ കോൺഗ്രസ്? ഇതിനാണോ കോൺഗ്രസ് തെരഞ്ഞെടുത്ത് 3 പേരിപ്പോൾ മത്സരിക്കുന്നു? എന്തിനു മത്സരിക്കണം? അവർ ഹൈക്കമാൻഡ് പറയണത് കേൾക്കണ്ടേ? അതല്ല, ഹൈക്കമാൻഡ് പറയേണ്ടത് ഇന്നതായിരിക്കണമെന്ന് കൽപ്പിക്കണമെന്നവരെ ലീഗായി മാറിയെങ്കിൽ ആ കൽപ്പിക്കുന്ന ആളുകൾ അതാണ് നടപ്പാക്കുന്നതെങ്കിൽ ആ നേതാവ് ആരായാലും ആ കൽപ്പിക്കുന്നവർക്ക് വിധേയനാകുമെങ്കിൽ തെറ്റു പറയാനും പോകും. പിന്നെ സതീശൻ SNDPക്കിട്ട് ഒരു ചുക്കും ചെയ്യാനില്ല. ഞങ്ങൾ സമുദായ സംഘടനയാണ്. ഇങ്ങനെ ഇതൊക്കെ മുമ്പ് പലരും വന്ന് പലതും നോക്കിയിട്ടുണ്ട്. ഒരു ചുക്ക് നിങ്ങൾ നോക്കുന്നത് ഇന്ന് സമ്മേളനം നടക്കേണ്ടത് കേരളത്തിലുള്ള എല്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും കോൺഫറൻസിനാണ് നടക്കാൻ പോകുന്നത്. ഏക അഭിപ്രായത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യും, ഏക അഭിപ്രായം തീരുമാനിക്കും. ഇവിടെ ഭരണത്തിൽ SNDP എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും പലരോട് വന്നിട്ടുണ്ട്. ആര് വന്നും പോയാലും ഒരു ചുക്കുമില്ല. ഞങ്ങളുടെ നയമായിട്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല, ആരോടും വിധേയത്വമില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ആശങ്ക എന്തെന്നുള്ളതല്ലേ പറഞ്ഞു വെക്കുന്നത്? കാര്യം ലീഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സെവിടെ ആയിരിക്കും നമുക്ക് മനസ്സിലാണ്. ഒന്നുമില്ലാതൊരു അഭിപ്രായം പറഞ്ഞ് മാത്യു കുഴിക്കാടിന് പെടൽ വെട്ടിയില്ലേ ഞങ്ങൾ? ഇപ്പോഴേ പെടൽ വെട്ടുന്നതാണ്. ഭരണം വന്ന് കുറച്ച് നാൾ കഴിഞ്ഞാൽ എത്ര പേരുടെ പെടൽ വിട്ടുവിടുക? എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു MLA ആണ്, പ്രഗത്ഭനായ ഒരു MLA, അതും അവരുടെ ഭരണപക്ഷിയിൽപ്പെട്ട ഒരു MLA. പ്രഗത്ഭനായ ഒരു MLA മാത്രമല്ല, നല്ല ഒന്നാന്തരം മിടുമിടുക്കനായ ഒരു അഡ്വക്കേറ്റ്, വളരെ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജനം തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന് ഒരു ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ ഇതാണ് സ്ഥിതി എന്നൊരു സൂചനയല്ലേ? പെടൽ വെച്ച് പുല്ലിൻ്റെ പുറത്ത് വെച്ച് തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ജനാധിപത്യമാണ് നടക്കാൻ പോണ മതാധിപത്യമാണോ? അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ന് ഞാൻ ആരെ ആക്കാനോ ആരെ ആകരുതെന്നും പറയാം. ഞാൻ ആരുമല്ല. നിങ്ങൾ വെറുതെ ട്വിസ്റ്റ് ചെയ്ത് നാളെ ഇത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ തരിക. VD സതീശനായ എനിക്ക് എൻ്റെ ചുക്കാണ്, എൻ്റെ ലോകത്തിലുള്ളതാണ്. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പോകും. ആരായാലും എനിക്കൊരു ചുക്കുമില്ല. അതൊക്കെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവർ തീരുമാനിച്ചോളൂ. അവരുടെ കൊച്ചു അവരുടെ കുളം. ആ കുളത്തിൽ വീണ് ആര് ചത്താലും എനിക്കൊരു ചുക്കുമില്ല. നന്ദി, നമസ്കാരം.